നമസ്കാരം. കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 വിക്ഷേപണം ISRO വിജയകരമായി പൂർത്തിയാക്കി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് 4-4 കൃത്രിമ ഉപഗ്രഹവുമായി ഇന്ത്യയുടെ അഭിമാന വിക്ഷേപണ വാഹനമായ PSLV C-59 കുതിച്ചുയർന്നു. ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. ലോകത്തിലെ ഏറ്റവും ആകർഷകരമായ നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ട ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയായ യൂറോ മോണിറ്റർ ഇന്റർനാഷണൽ തുടർച്ചയായ 4ാം വർഷവും ലോകത്തിലെ ഏറ്റവും ആകർഷകരമായ നഗരമായി പാരീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികയിൽ 74ാം സ്ഥാനം നേടിയ ഡൽഹി ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നായി മാറി. ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെയും പറക്കും തളികകളുടെയും സാന്നിധ്യം വീണ്ടും ചർച്ചയാകുന്നു. മുമ്പുണ്ടായ സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പല രാജ്യങ്ങളിൽ നിന്നാണ് പറക്കും തളികകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചൈനയിലും ഫ്രാൻസിലും അമേരിക്കയിലും പറക്കും തളികകൾ കണ്ടതായും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലാ പഞ്ചായത്തിനായുള്ള സംസ്ഥാനതല പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. കലവൂർ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 6 ദിവസത്തെ നൈറ്റി സ്റ്റിച്ചിങ്, ബേക്കിംഗ് എന്നിവയിൽ വർക്ക്ഷോപ്പുകൾ ആരംഭിക്കുന്നു. താല്പര്യമുള്ള 18-നും 45-നും ഇടയിൽ പ്രായമുള്ളവർ ഡിസംബർ 9 രാവിലെ 10:30 ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാവുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള റീച്ചിംഗ് NSDC അംഗീകൃത കോഴ്സുകളായ പൈത്തൺ പ്രോഗ്രാമിംഗ്, ഡേറ്റ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് പരിശീലനം നൽകുന്നു. +2 ഡിഗ്രി പാസ്സായവർക്ക് ഡിസംബർ 17 അപേക്ഷിക്കാം. മുഷ്താഖ് അലി ട്രോഫിയിൽ വീണ്ടും വിക്കറ്റ് വേട്ടയുമായി ബംഗാൾ പേസർ മുഹമ്മദ് ഷമി. രാജസ്ഥാനെതിരായ മത്സരത്തിൽ 4 ഓവറിൽ 26 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്തപ്പോൾ രാജസ്ഥാനെതിരെ ബംഗാൾ 7 വിക്കറ്റിന് ആധികാരികമായ ജയം നേടി. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് എടുത്തു. സെയ്ദ് മുഷ്താഖ് അലി T20യിൽ പഞ്ചാബിന് വേണ്ടി 28 പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കി അഭിഷേക് ശർമ്മ. രാജ്കോട്ടിൽ മേഘാലയക്കെതിരായ മത്സരത്തിലാണ് ഇന്ത്യയുടെ T20 ഓപ്പണർ റെക്കോർഡ് വേഗത്തിൽ സെഞ്ചുറി കണ്ടെത്തിയത്. ടീം ക്യാപ്റ്റൻ കൂടിയായ അഭിഷേക് ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ ഏറ്റവും വേഗമേറിയ T20 സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.